വോട്ട് കൊള്ള ആരോപണത്തിൽ വീണ്ടും വാർത്താ സമ്മേളനം നടത്തി പുതിയ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി. ഇത്തവണയും കർണാടകയിൽ നിന്നാണ് സാമ്പിൾ എടുത്തിരിക്കുന്നത്. കർണാടകയിലെ അലന്ത് എന്ന മണ്ഡലത്തിൽ 6000 കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന 6000 പേരുകൾ ഈ അനധികൃതമായ ലോഗിനിലൂടെ വെട്ടി നീക്കി ഒഴിവാക്കി വോട്ടർ ലിസ്റ്റിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ഇങ്ങനെ വെട്ടിമാറ്റപ്പെട്ട ആളുകളെ വേദിയിലേക്ക് കൊണ്ടുവരികയും വേദിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി. ജ്ഞാനേഷ് കുമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ വോട്ട് കൊള്ളയ്ക്ക് നേരിട്ട് കൂട്ടുനിൽക്കുന്നുവെന്ന് നേരിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനും ഇന്ന് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് കണ്ടു. അപ്പോൾ അതിനെതിരെ വിശദീകരണവും പ്രതികരണവും ഒക്കെയായി BJP ഒരു ഭാഗത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ട് ചോരി ആരോപണം രാഹുൽ ഗാന്ധി കടുപ്പിക്കുമ്പോൾ BJP എത്ര കണ്ട് പ്രതിരോധത്തിലാകുന്നുണ്ട് എന്ന വിഷയമാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. സർ, ഹൈഡ്രജൻ ബോംബ് വേറെ വരും, ഇതത് മുന്നോടിയായിട്ട് നേരത്തെ ഇതിൻ്റെ ഒരു ആഡ് ഓൺ ചെയ്യുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ടിരിക്കുന്ന ഈ ആരോപണം എത്ര കണ്ട് വസ്തുതാപരമായ ഒന്നാണ്? രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളൊക്കെ കോൺഗ്രസിന് ഏറ്റെടുക്കാവുന്ന തരത്തിൽ സ്ട്രോങ് ആയ ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അതെ. അതിൽ പിൻ പോയിൻ്റ് ചെയ്തിട്ടാണല്ലോ രാഹുൽ ഓരോന്നും പറയുന്നത്. ഇപ്പോൾ ഇത്രയധികം വോട്ടർമാരുടെ വോട്ടവകാശം അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക എന്ന് പറയുമ്പോൾ അതിന് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണത് ചെയ്തത്, ഏത് നമ്പറിൽ നിന്നുള്ള ഒരു ലോഗിനാണത്, അതുവഴി എങ്ങനെയാണത് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെറും കണക്കുകൾ മാത്രമല്ല, ആളുകളെ കൊണ്ടുവരുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ശരി, ഇനിയിപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറുരൂപം മാത്രമാണ്. ഈ 6000 പേരെ ഒരു വേദിയിലേക്ക് ഇത്രയും പേരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കാണിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത്ര സാധ്യമായ ആളുകളെ അവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്ന കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് മതിയല്ലോ. അത് തന്നെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കളങ്കം എത്രത്തോളമാണ് എന്നാലോചിക്കും. ആ വോട്ടവകാശം ഇല്ലാതാക്കുക, അത് സാധാരണ നിലയിൽ വോട്ടവകാശം ചേർക്കുന്നതിനേക്കാൾ അങ്ങേയറ്റത്തെ ഒരു ദുർഘടമായൊരു കാര്യമാണ് വോട്ടവകാശം ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സാധാരണതയിൽ അങ്ങനെ തന്നെയായിരിക്കും. കാരണം അത് ഒരർത്ഥത്തിലും അത് എന്താ പറയുക, ആർക്കെങ്കിലും തെറ്റായ രീതിയിൽ അത് ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത ഉണ്ടായിക്കൂടാ എന്നുള്ള നിലയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളുടെ ദീർഘകാലമായിട്ട് US മാറിയ സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വോട്ടവകാശം അല്ലെങ്കിൽ ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് കളയണമെന്ന് ശ്രമിച്ചപ്പോൾ അത് അത്ര എളുപ്പമല്ല. കുറേ പണിയെടുക്കണം. അതിന് ഒന്നുകിൽ ആൾ നേരിട്ട് വരണം, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും അത് ഓതറൈസ് ചെയ്ത ആൾ അവിടെ ചെല്ലണം. BLOയുമായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പോലും അത്ര എളുപ്പത്തിലല്ല. അപ്പോൾ അങ്ങനെ വളരെ ജാഗ്രതയോടെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 30 സെക്കൻഡ് കൊണ്ട് 14 എണ്ണവും, അല്ലെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് രണ്ട് പേരുടെ പേര് ഡിലീറ്റ് ചെയ്യുക, 13 സെക്കൻഡ് കൊണ്ട് 14 പേരുടെ ഡിലീറ്റ് ചെയ്യുക, മിനിറ്റ് കൊണ്ട് 14 പേരുടെ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയുള്ള വളരെ രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ട്, ഹ്യൂമൻലി പോസിബിൾ ആണെന്ന് നമുക്ക് തോന്നാത്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരാൾ കണ്ടിട്ട് ഇത് സാധിക്കുമോ, പിന്നെ വെറുതെ പറയുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം മനുഷ്യന് സാധിക്കാത്ത രീതിയിലുള്ള ഒരു പരിപാടികളാണ് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ്. അതിന് മുഴുവൻ ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് അജ്ഞാതമായ നമ്പറുകൾ ഉപയോഗിച്ച് ഒരു കോൾ സെൻറ്റർ പോലെയൊക്കെ വർക്ക് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് എത്ര കണ്ട് സീരിയസ് ആണ് എന്ന് നമ്മൾ കാണണം. അപ്പോൾ അത് കർണാടകത്തിൽ തന്നെ അലന്ത് എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് ഇപ്പോൾ നേരത്തെ ബാംഗ്ലൂർ ഈസ്റ്റിലെ ഒരു മണ്ഡലത്തിൽ നിന്നുള്ളതായിരുന്നു നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ കർണാടകം എന്നത് മാത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മഹാരാഷ്ട്ര, അദ്ദേഹം ഉന്നയിക്കുന്ന ഈ വോട്ട് ക്രമക്കേട് നടന്നതായി അദ്ദേഹം ഉന്നയിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇനിയും ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും മഹാരാഷ്ട്രയും ഹരിയാനയും ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളും വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഹൈഡ്രജൻ ബോംബ് എവിടെ എന്നാരും അന്വേഷിക്കേണ്ട, അത് വരും എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ആത്മവിശ്വാസത്തോടെയും ഇത്രയും കൃത്യമായൊരു തെളിവോടുകൂടിയും ഇത് പുറത്ത് പറയുമ്പോൾ ഒരുപാട് റിസ്ക് അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് വലിയ റിസ്ക്കാണ് ഏറ്റെടുക്കുന്നത്. അത്രയും റിസ്ക് എടുത്ത് ഒരു കാര്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുമ്പോൾ അതിനോട് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുന്നതെന്ന് നമ്മൾ നോക്കൂ. എത്ര വളരെ നിസ്സാരമായിട്ടാണ് അതിനോടുള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്ന് കാണുക. ഇപ്പോൾ തന്നെ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ
ഇതിൻ്റെ കൃത്യമായ തെളിവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത് നിഷേധിക്കുന്നതാണെങ്കിൽ നിഷേധിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എന്താ പറയുക വളരെ അലസമായി ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് വരികയാണ്. അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണമാണ് വ്യക്തമായി നിഷേധിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യായിരുന്നു എന്ന് പറയുന്ന ആരോപണം വളരെ വ്യക്തമായി നിഷേധിക്കുന്നു. മാത്രമല്ല ആർക്കും ഫോൺ വിളിച്ച് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല ഈ സംവിധാനം എന്നും പറയുന്നുണ്ട്. ആ സംഭവിക്കാൻ പാടില്ലാത്തതും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയും പറയുന്നത് നടന്നുവെന്ന്. അപ്പോൾ എന്താ വേണ്ടത്? ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണമോ? ഇതെന്താണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ അതിനോട് ഗൗരവമായി തന്നെ കണ്ടുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കണമെന്ന് തോന്നുകയോ ഒന്നും ചെയ്യാത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമുക്കുള്ളത്. അപ്പോൾ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപകാലത്ത് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളോട് ഈ കാണിക്കുന്ന സമീപനം ശരിയല്ല എന്ന് അവർ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര കണ്ട് നിസ്സാരമായിട്ടും എത്ര കണ്ട് നിസ്സംഗമായിട്ടുമാണ് ഇതിനെ കാണുന്നത് എന്ന് നോക്കൂ. അപ്പോൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചിലത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കാർക്കും അത് പറയാൻ പറ്റില്ല അത് ഏത് കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ചില ആ നമ്പേഴ്സ് വരെ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ നമ്പേഴ്സിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കട്ടെ, അത് എവിടെ നിന്ന് വന്നതാണ്, എന്താണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങേയറ്റത്തെ ഗുരുതരമായത് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ്, രണ്ടാമത്തെ ഒരു സംഗതിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ജനങ്ങൾ എത്ര കണ്ട് ബീഹാറിലൊക്കെ ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ എത്ര കണ്ട് അവർ തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ വോട്ടധികാര യാത്രയിൽ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ BJPക്ക് എന്തെങ്കിലും പറഞ്ഞൊഴിയാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്ത ചില കമൻസ് പറഞ്ഞ് അവസാനിപ്പിക്കാനോ ഒന്നും കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അജിംസ, ഈ ഒരു BLOയുടെ ബന്ധുവിന് തന്നെ വോട്ട് നഷ്ടമായതും അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒഴിവാക്കിയ ആളെ കാണുന്നില്ല എന്ന സംഗതിയൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി. അപ്പോൾ നേരത്തെയുള്ള മറുപടി തന്നെയാണ് അനുരാഗ് ഠാക്കൂർ ഇക്കുറിയും ഉന്നയിച്ച് കാണുന്നത്. ഇത്രയും വലിയ സ്ട്രോങ് എവിഡൻസോട് കൂടി ഒരു സംഗതി കണ്ടെത്തിയിട്ട് എന്തുകൊണ്ട് നിയമ നടപടികളോ മുന്നോട്ട് പോകുന്നില്ല? നിയമ നടപടി എന്ന് പറഞ്ഞപ്പോൾ ഈ വോട്ട് ചോരി സംബന്ധിച്ച ആരോപണങ്ങളിൽ ഒരു കേസ് എടുക്കുക, ഒരു FIR ഉണ്ടാവുക എന്നുള്ളത് എത്രമാത്രം നിർണായകമാണ് എന്നുള്ളതിന് തെളിവാണ് ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങൾ. അതിൻ്റെ കാരണം 2023 ഇലക്ഷനിൽ നടന്ന ഈ ക്രമക്കേടിൽ 2023 ഫയൽ ചെയ്തൊരു FIR ഉണ്ട്. ആ FIR ഫയൽ ചെയ്യാൻ കാരണം എന്താണ്? ഇപ്പോൾ തൃശ്ശൂരിൽ നമ്മൾ ധാരാളം മാധ്യമങ്ങൾ തന്നെ നിരവധി കള്ള വോട്ടുകളുടെ തെളിവുകൾ മുന്നോട്ട് വെച്ചു. പോലീസ് കേസെടുക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കണ്ട. കർണാടകയിൽ ഇപ്പോൾ മഹാദേവപുരയിൽ നിരവധി വോട്ട് അഡീഷനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് സവിശേഷമായി പ്രാധാന്യം അറിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2023 ഒരു BLOയുടെ ബന്ധുവിൻ്റെ വോട്ട് ഡിലീറ്റായി. അപ്പോൾ BLO എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാര്യം അറിയിക്കുന്നു, എൻ്റെ ബന്ധുവിൻ്റെ വോട്ട് ഡിലീറ്റായി. അദ്ദേഹം പരാതി കൊടുക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? FIR ആയിരിക്കാൻ പറ്റില്ല. കാരണം അതൊരു റിയൽ കേസാണ്. അപ്പോൾ ആ റിയൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുകയാണ് എൻ്റെ വോട്ട് ഡിലീറ്റ് ചെയ്തു, ഞാൻ അറിയാതെ ഡിലീറ്റ് ചെയ്തു, ആ വോട്ട് ഡിലീറ്റ് ചെയ്ത ആളെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊരു പരാതി BLO അറിഞ്ഞിട്ടില്ല, ഈ വോട്ട് ഡിലീറ്റ് ചെയ്ത് BLO അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പരാതി വരുമ്പോൾ അവർ FIR ഇടാൻ പറയുന്നു. ആ FIRൻ്റെ പുറത്ത് കർണാടക CID നടത്തിയ അന്വേഷണത്തിൻ്റെ വിവരങ്ങളാണെന്ന് പുറത്തു വരുന്നത്, അല്ലാണ്ട് രാഹുൽ ഗാന്ധി കണ്ടുപിടിക്കുന്നൊന്നല്ല അത്. കർണാടക പോലീസിന് അത് സാധിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ സൈബർ വിങ്ങിന് അത് സാധിച്ചു. എന്ത് സാധിച്ചു? ഇപ്പോൾ വോട്ടർ സർവീസ് പോർട്ടൽ എന്ന് പറയുന്ന VSP എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിലാണ് ഈ പറയുന്ന ഡിലീഷൻ അഡീഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഡിലീഷൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു Form 7 ഉണ്ട്. ഈ Form 7 ഇപ്പോൾ എൻ്റെ ഒരു അയൽവാസിയാണ് സേഫു സ്ഥലത്തില്ല അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന വിവരം എനിക്കുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ Form 7 പൂരിപ്പിച്ച് ഇതിൽ ആഡ് ചെയ്യാം. എൻ്റെ വീടിനടുത്തുള്ള ഇന്നയാൾ ഡിലീറ്റ് ചെയ്യണം, അത് അയാളില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഫോം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? BLO വന്ന് പരിശോധിക്കും. ആദ്യം ഈ ഫോം പ്രകാരം സേഫ് നാട്ടിലുണ്ടോ ഇല്ലേ എന്ന് അദ്ദേഹം പരിശോധിക്കും. പരിശോധിച്ചിട്ട് BLO തന്നെ തോന്നുകയാണ് ഇയാൾ ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു, അയാൾ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ Form 8 എന്ന് പറയുന്ന വേറൊരു നോട്ടീസുണ്ട്. ആ നോട്ടീസ് പബ്ലിഷ് ചെയ്യണം. ആ നോട്ടീസ് സേഫിൻ്റെ അഡ്രസ്സിൽ അയക്കണം. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ, നിങ്ങൾ സ്ഥലത്തുണ്ടോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ, ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ എന്നൊരു ക്ലെയിം ഉണ്ടോ എന്നൊരു നോട്ടീസ് കിട്ടും. ഈ നോട്ടീസ് കിട്ടുമ്പോൾ സേഫ് പറയുകയാണ് ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കമ്മീഷനെ സമീപിച്ച് എൻ്റെ വോട്ട് അതിൽ നിന്ന് നടത്തുമെന്ന് പറയാം. ഇവിടെ എന്താ സംഭവിച്ചതെന്ന്? പുലർക്കാലം 4 മണിക്ക് ലോകം ഉറങ്ങി കിടക്കുന്ന ഒരു സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. ഇത് ഈ ഫോം പൂരിപ്പിക്കണം, ഫില്ലപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. സാർ പറഞ്ഞത് നല്ല പണിയുള്ളൊരു പണിയാണത്. മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല.
ഈ വിത്തിൻ സെക്കൻഡ്സ് 10-12 വോട്ടൊക്കെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊണ്ട് അസാധ്യമാണ്. അപ്പോൾ ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇതൊന്നുകിൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടാകാം. അത് ഏതെങ്കിലും കോൾ സെൻറ്ററിലിരുന്നോ മറ്റോ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. കാരണം അതിൽ കാണിച്ചിട്ടുള്ള നമ്പറുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഫോം 7 സബ്മിറ്റ് ചെയ്ത ആളുകളുടെ സീരിയൽ നമ്പർ നോക്കുക. ആ ബൂത്തിൽ, വോട്ടർ പട്ടികയിൽ ആ ബൂത്തിൽ ഒന്നാമത്തെ സീരിയൽ നമ്പറുകാരാണ് എല്ലാവരും ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് അത് സംഭവിക്കുക? ഒന്നാമത്തെ വോട്ടർ എല്ലാത്തിലും ആ വോട്ടർ പട്ടികയിൽ ഒന്നാമത്തെ വോട്ടർ ഈ ഫോം 7 സബ്മിറ്റ് ചെയ്യുക, മറ്റേ ആളുടെ വോട്ട് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മെഷീൻ റീഡിംഗ് ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നതാണ്. മെഷീൻ ലേണിംഗ് ആൻഡ് മെഷീൻ റീഡിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ഒന്നാമത്തെ വോട്ടർ തന്നെ ഫോം 7 സമർപ്പിക്കുന്നത്. 1. 2, അതിനുപയോഗിച്ച ഫോൺ നമ്പറുകൾ അവരുടേതല്ല, കർണാടക സംസ്ഥാനത്തേത് പോലുമല്ല, ഛത്തീസ്ഗഡിലെയോ ചെന്നൈയിലെയോ ഡൽഹിയിലെയൊക്കെ ഫോൺ നമ്പറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആര് കണ്ടുപിടിച്ചിട്ടുണ്ട്? CID കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് CID 18 മാസത്തിൽ 18 തവണ കത്തയക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, കാരണം ഈ പോർട്ടലിൻ്റെ കൈകാര്യകർത്തൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ഈ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ നമ്പറുകൾ വെച്ചിട്ട് ഇതേത് IP അഡ്രസ്സിൽ നിന്നാണ് ഇവർ ഇത് ആക്സസ് ചെയ്തിട്ടുള്ളത്, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ പോർട്ടൽ ആക്സസ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉടമസ്ഥതയുള്ള പോർട്ടലാണ്. അവർക്ക് ഇനി ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റൂ. 18 കത്തയച്ചാൽ 18 കത്ത് ഇഗ്നോർ ചെയ്യുന്നു. ഈ കേസ് എടുത്തത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആവശ്യപ്രകാരമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് 2023 FIR ഇട്ട ആ കേസിൽ ആളെ കണ്ടുപിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗ്രഹമില്ല. അതാണ് അതിൽ നിന്ന് തെളിയുന്നത്. അത് കണ്ടുപിടിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗ്രഹമില്ല. 1. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇത് ഒരു ഹൈഡ്രജൻ ബോംബാണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ഹൈഡ്രജൻ ബോംബ് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോഴും വ്യക്തമാവാത്ത വോട്ട് ചോരിയെക്കുറിച്ച് നമുക്ക് വ്യക്തമാവാത്ത ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്? ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണോ? അവർ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണോ? അവർ കളിക്കുന്നതാണോ? കമ്മീഷൻ അറിഞ്ഞാൽ ഈ വരണാധികാരി പറഞ്ഞിട്ടാണോ? ഇപ്പോൾ ഈ തൃശ്ശൂരിലൊരു ഉദാഹരണം പറയാം. തൃശ്ശൂരിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ എല്ലാവരുടെ വോട്ടും അതിലുണ്ട്. വോട്ട് അഡീഷനൊന്നും കാണുന്നില്ല. ഫൈനൽ വോട്ടർ പട്ടിക വരുമ്പോൾ അതിൽ 50,000-60,000 വോട്ട് കൂടുതലായി കാണുന്നു. ചിലരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. ഈ ക്രമക്കേട് അന്നത്തെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കളക്ടറെ അടുത്ത് പോയി പറയുമ്പോൾ കളക്ടർ പറഞ്ഞ മറുപടി, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, വോട്ടർ ലിസ്റ്റിൽ പേരുള്ള എല്ലാവരും വോട്ട് ചെയ്യും. ഇതാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ഉയർന്ന സ്വാഭാവികമായ സംശയം എന്താണ്? കളക്ടർ കൃഷ്ണ തേജ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഡിലീറ്റ് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹം കൈയൊഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥം ചിലപ്പോൾ അദ്ദേഹം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിനെ കുറിച്ച് അറിവുണ്ടാവില്ല. അപ്പോൾ ഇത് ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അറിവോടുകൂടി മറ്റേതോ ഏജൻസി മറ്റെവിടെ വരുന്നത് ചെയ്യുന്നു. കാരണം ഈ പോർട്ടൽ ഹാക്ക് ചെയ്യുക എന്നാണ് അതിന് പറയുന്നത്. ശരിക്കും പോർട്ടൽ ഹാക്ക് ചെയ്യപ്പെടുകയാണ്, ഹാക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്തുകളയാണ്. അങ്ങനെയെങ്കിൽ കമ്മീഷൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു പോർട്ടൽ ആരോ ഹാക്ക് ചെയ്തു എന്നുള്ളതാണ് കേസെങ്കിൽ എന്തുകൊണ്ടാണ് കമ്മീഷൻ ഈ വിവരങ്ങൾ കൊടുക്കാത്ത CIDക്ക്? അല്ലെങ്കിൽ കമ്മീഷൻ വേറെ ഏതെങ്കിലും ഏജൻസി വെച്ചിട്ട് അത് അന്വേഷിക്കാൻ പറയാത്തതെന്ന്? അവിടെയാണ് സംശയം വരുന്നത്. ഇവിടെ ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ തെരഞ്ഞെടുപ്പ് വാർത്താ സമ്മേളനത്തിൽ ഈ മഹാദേവ്പുരയിലെ സ്പെസിമെൻ ഉപയോഗിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിക്കാത്ത ചില വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പുലർച്ചെ 4 മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ വോട്ട് ചോരി നടന്നു. പക്ഷേ എല്ലാവരും ഉറങ്ങുകയായിരുന്നില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറങ്ങുകയായിരുന്നില്ല, പകരം ഇത് ചെയ്തവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടുതൽ നിശ്ചിത വിമർശനം ഉയർത്തുന്നത് കമ്മീഷനെതിരെയല്ല, CEOയ്ക്കെതിരാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയാണ്. ജ്ഞാനേഷ് കുമാറിനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാണ് അദ്ദേഹം. അതെന്തുകൊണ്ടാണ്? മറ്റേതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, മറ്റേതൊരു വ്യക്തിയാണ്. ഭരണഘടനാ സ്ഥാപനം നിലനിർത്തുന്ന വ്യക്തിയാണ്. ജ്ഞാനേഷ് കുമാറിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുകയാണ്. ഇതിൽ അദ്ദേഹം ലാസ്റ്റ് അവസാനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എൻ്റെ കടമയല്ല. അത് കട്ട് ചെയ്തിപ്പോൾ റൈറ്റ് വിങ് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തിനാടാ ഇയാൾ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ബാക്കി പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നു, ഈ പോരാട്ടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിങ്ങനെ കുറേ സത്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുക, കുറേ തെളിവുകൾ കൊണ്ടുവരിക, ഇതാരും മൈൻഡ് ചെയ്യുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഇഗ്നോർ ചെയ്യുകയാണ്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കുറിപ്പിൽ എന്താ പറയുന്നത്? പൊതുജനങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ആരെയും ഒഴിവാക്കാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയാം. അത് കഴിയില്ല എന്നുള്ളത് വ്യവസ്ഥാപിതമാണെന്ന് ആർക്കും അറിയില്ലാത്ത കാര്യം. പക്ഷേ ഇതിവിടെ നടന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാതെ വോട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെന്ത് മറുപടി എന്ന് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി, ചില പരാതികൾ അവിടെ നിന്ന് വന്നിരുന്നു, ഞങ്ങൾ 2021 ഒരു കേസ് എടുത്തിട്ടുണ്ട്, ആ കേസിൻ്റെ ഗതി എന്താണ്? അതിനെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. CID 18 കത്തയച്ചിട്ട് ഒരു മറുപടിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക്, പ്രത്യേകിച്ച് യുവാക്കളെയാണ് അഡ്രസ്സ് ചെയ്തത് രാഹുൽ ഗാന്ധി. യുവാക്കൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് എന്താ നടക്കുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു വരുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കൽ എൻ്റെ ബാധ്യതയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം,
ഇവിടെ ജുഡീഷ്യറി എന്നൊരു സാധനമുണ്ട്, നിയമ സംവിധാനമുണ്ട്. ഈ നിയമ സംവിധാനം എന്ന് പറയുന്നത് അത് കോടതിയെ കൂടി അക്കൗണ്ടബിൾ ആക്കുകയാണ് ഈ കാര്യത്തിൽ. അത് ഇത്രയധികം ഓരോ സ്പെസിമെൻ ആണെങ്കിലും ഒരു മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ കണക്കാണെങ്കിലും ഇത്രയധികം തെളിവുകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ തെളിവുകൾ നീതിപീഠം കൂടി കാണണം. ഇവിടെ ഒരു ജുഡീഷ്യറി ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കേണ്ട ചുമതല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എൻ്റെ മാത്രമല്ല, എന്നെ കേൾക്കുന്ന വോട്ടർമാരുടേത് കൂടിയാണ്, ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റേതാണ്. ഞാൻ മാത്രമായിട്ട് ഈ ജനാധിപത്യത്തെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അത് ഈ നാട്ടിലെ ഓരോ വോട്ടർമാരോട് കൂടിയുള്ള ഒരു താക്കീത് കൂടിയാണ്. രാഹുൽ ഗാന്ധി എന്തോ പോരാട്ടം നടത്തി, രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്ത് ഈ പറയുന്ന ഈ നമ്മുടെ ജനാധിപത്യ ചോരണം അവസാനിപ്പിക്കും, നമ്മുടെ ജനാധിപത്യത്തെ നമുക്ക് തിരിച്ചു തരുമെന്ന് നമ്മൾ വോട്ടർമാർ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അത്. ഇതിപ്പോൾ തന്നെ ഈ സ്പെസിമെനുകൾ കണ്ടെത്തി അത് മെഷീൻ റീഡ് ചെയ്ത് കണ്ടെത്തി പുറത്തു കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇനി വരാൻ പോവാണ്, ഹരിയാന മഹാരാഷ്ട്രയൊക്കെ വരുമെന്ന് പറയുന്നു, വാരാണസി പ്രത്യേകമായിട്ട് വരുമെന്ന് പറഞ്ഞു. അതാണ് ഹൈഡ്രജൻ ബോംബ് എന്നും സൂചനയുണ്ട്. അപ്പോൾ ഇത് ഒരു മനുഷ്യനോ 10, 40 പേർക്കോ 50 പേർക്കോ 100 പേർക്കോ 1000 പേർക്കോ ഈ പറയുന്ന വോട്ടർ ലിസ്റ്റ് ഡിഗ് ചെയ്തെടുത്ത് അതിലെ ക്രമക്കേട് കണ്ടെത്താൻ അസാധ്യമാണ്. കാരണം ഈ വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത് മെഷീൻ റീഡബിൾ അല്ല. മനുഷ്യന്മാരിരുന്ന് പരിശോധിക്കുന്ന തെറ്റുകൾ പറ്റാം, മനുഷ്യന്മാർ ചെയ്യുമ്പോൾ തെറ്റുകൾ പറ്റാം. അപ്പോൾ അങ്ങനെ തെറ്റുകൾ പറ്റാവുന്ന വലിയ അധ്വാനം ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇത് കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും കൂടി ഇന്ത്യ സഖ്യത്തിന് മാത്രമായിട്ട് ചെയ്തു തീർക്കാവുന്ന കാര്യമല്ല. ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ബാധ്യത എന്നതുപോലെ നമ്മൾ ഓരോ വോട്ടർമാരുടെയും ബാധ്യതയാണ്. ഇത് ഏതോ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം, ഇന്ത്യ മുന്നണി വിജയിക്കാത്തതിൻ്റെ പ്രശ്നം, ഇന്ത്യ മുന്നണി ജയിക്കാത്തതുകൊണ്ടുള്ള വിഷമം. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്നൊരു കാര്യം ചെയ്തു, അവർ തോറ്റ മണ്ഡലത്തിലല്ല സ്പെസിഫിക് കൊണ്ടുവന്നത്, അവർ ജയിച്ച മണ്ഡലത്തിലാണ്. അതുകൂടി വളരെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ ന്യായമായി പറഞ്ഞു. തോൽക്കുമ്പോൾ കരയുന്നു എന്ന് പറയുന്ന ന്യായത്തിന് പകരമാണ് ഞങ്ങൾ ജയിച്ച മണ്ഡലത്തിൽ ഞങ്ങളുടെ വോട്ട് വെട്ടിയതിനെ കുറിച്ചാണ് അദ്ദേഹം സ്പെസിഫിക് കൊണ്ട്. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നടത്തേണ്ടത് ഒരു പോരാട്ടമോ കോൺഗ്രസ് ഒറ്റയ്ക്ക് നടത്തേണ്ട പോരാട്ടമോ അല്ല. ഇത് ഇന്ത്യയിൽ ഓരോ വോട്ടർമാർ നടത്തേണ്ട പോരാട്ടമാണ്. അതില്ലെങ്കിൽ ജനാധിപത്യം കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തീർച്ചയായും രാഹുൽ ഗാന്ധി വലിയ റിസ്ക്കും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ രീതിയിൽ പുതിയ ആരോപണങ്ങളും പുതിയ തെളിവുകളും പുറത്തുവിടുന്നത്. അതിനെ രാജ്യം മൊത്തത്തിൽ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.